ഹോമിയോപ്പതി മരുന്നുകൾ എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ പറയും അത് പ്ലാസിബോ ആണെന്ന്. ഇത് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഇന്ന് ആ തെറ്റിദ്ധാരണ ഇവിടെ തിരുത്താം. ഈ ഹോമിയോപ്പതി മരുന്നുകൾ ഒരുപോലെ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബ്യൂൾസ്, പിൽസ്, അങ്ങനെ ഒരുപാട് രീതിയിൽ ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഒരുപോലെയാണ്. ഇപ്പൊ ഗ്ലോബ്യൂൾസ് ഒക്കെ എടുത്തിട്ട് ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഷുഗർ ഓഫ് മിൽക്ക് യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് ഗ്ലോബ്യൂൾസും അതുപോലെ തന്നെ പിൽസും ഇതെല്ലാം കാണുമ്പോൾ ഇത് ഒരുപോലെയാണ്. ഉള്ള കണ്ടന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതിനകത്ത് നമ്മൾ ഒരുപാട് രീതിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ബെലഡോണ, സ്റ്റമോണിയം, നാക്സ്ഫോമിക്ക തുടങ്ങിയ ഒട്ടേറെ മെഡിസിൻസ് നമുക്ക് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അപ്പൊ ആ മെഡിസിൻസിന്റെ കണ്ടന്റ് അതിനകത്ത് വ്യത്യാസമാണെന്ന് മനസ്സിലാക്കാം. സോ ഗൈസ്, ഇത് ഹോമിയോപ്പതി ഗ്ലോബ്യൂൾസ് ആണ്. ഇത് കണ്ടോ, ഇത് ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഗ്ലോബ്യൂൾസ് സെയിം ആണ്, പക്ഷെ ഇതിനകത്തുള്ള കണ്ടന്റ്സ് വേറെയാണ്. അതായത് ഇത് രണ്ട് മെഡിസിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ടാബ് രൂപയാണ് നമുക്ക് കിട്ടുന്ന ഫോം ഓഫ് മെഡിസിൻ. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്ലാസിബോ ആണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ആക്ഷൻ? പ്ലാസിബോ ആണെങ്കിൽ എല്ലാത്തിന്റെ ആക്ഷൻസ് ഒരുപോലെ ആയിരിക്കും, അല്ലെ? ഹോമിയോപ്പതിയിലെ മെഡിസിൻസിന്റെ ആക്ഷൻസ് ഡിഫറൻസ് ആണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് പ്ലാസിബോ അല്ലാന്ന്. ഹോമിയോപ്പതിയിൽ ഒരിക്കലും നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഡിസിൻ കൊടുത്തില്ലെങ്കിൽ അവിടെ ആക്ഷൻസ് ഉണ്ടാകത്തില്ല. അപ്പോ ഹോമിയോപ്പതി മെഡിസിൻസ് നമുക്ക് തെറ്റായ രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകത്തില്ല. ഇറ്റ്സ് നോട്ട് എ പ്ലാസിബോ. അതായത് അതിന്റെ ആക്ഷൻസ് ഡിഫറൻസ് ആണ്. അതായത് പ്ലാസിബോ ആണെങ്കിൽ ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ക്യൂർ ഇവിടെ ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ ക്യൂർ ഉണ്ടാകുന്നുണ്ട്, ഇവിടെ നല്ല രീതിയിൽ അവിടെ അസുഖങ്ങളിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സോ ഇറ്റ്സ് നോട്ട് എ പ്ലാസിബോ. പല പൊട്ടൻസീസിലും മെഡിസിൻസ് അവൈലബിൾ ആണ്. 30, 200, 1 അങ്ങനെ ഒട്ടേറെ പൊട്ടൻസീസ് അവൈലബിൾ ആണ്. അപ്പൊ പൊട്ടൻസീസ് കൂടുന്തോറും അതിന്റെ ആക്ഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ഇത് മനസ്സിലാക്കുക, പ്ലാസിബോ ആയിരുന്നെങ്കിൽ പൊട്ടൻസി മാറുമ്പോൾ അതിന്റെ ആക്ഷൻസും മാറും. സോ അതൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കാം. അപ്പൊ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് അറിയാം, ഒരേപോലെ ഇരിക്കുന്ന ഈ ഗുളികകൾ രണ്ട് വ്യക്തികൾക്ക് രണ്ട് ഡിഫറെന്റ് ഡിസീസസിന് രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ് ആക്ഷൻസ് ആണ് അത് ഉണ്ടാക്കുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ പഞ്ചസാരയും ഉപ്പും കാണാൻ ഒരുപോലെയാണ്, പക്ഷെ അതിന്റെ രുചികൾ വ്യത്യാസമാണ്. സോ അതുകൊണ്ട് ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരു പ്ലാസിബോ ഒന്നുമല്ല, ഒരു വ്യക്തമായി കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവരുടെ മൈൻഡ്, അവരുടെ ഫിസിക്കൽസ്, അവരുടെ ഇമോഷണൽ എല്ലാ രീതിയിലും അവരുടെ പെർട്ടിക്കുലേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് അവർക്ക് ആപ്റ്റ് ആകുന്ന ഒരു മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ ഹോമിയോപ്പതിയില് മെഡിസിൻസ് അവൈലബിൾ ആയിരിക്കുന്ന ഒരു ബുക്കാണ് മെറ്റീരിയ മെഡിക്ക. ആ മെറ്റീരിയ മെഡിക്കയില് ഒരു 1000 അധികം മെഡിസിൻസ് അവൈലബിൾ ആണ്. ആ ഓരോ മെഡിസിൻസും ഓരോരോ രീതികളാണ്. അല്ലാതെ ഞാൻ എപ്പോഴും പറയുന്നത് കഫ് എന്ന് പറയുമ്പോൾ ഈ മെഡിസിൻ അങ്ങനെ അല്ല നമ്മൾ കൊടുക്കുന്നത്. ഹോമിയോപ്പതി അടിച്ചാക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരുപാട് ഡോക്ടേഴ്സിന്, ഹോമിയോപ്പതിക് ഡോക്ടേഴ്സിന് ഒരുപാട് കേസുകൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഹോമിയോപ്പതി പ്ലാസിബോ ഒന്നുമല്ല. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് എന്ന്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക, മാക്സിമം റീഷെയർ ചെയ്യുക. ബിക്കോസ് ഒരുപാട് പേർക്ക് ഒരു ഫോൾസ് കൺസെപ്റ്റ് ഉണ്ട് ഈ ഹോമിയോപ്പതിയെ പറ്റി. അത് നമുക്ക് മാറ്റണം. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ഇന്നത്തെ വീഡിയോ